ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കാണണേ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാൻ 2 പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഒരെണ്ണത്തിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരെണ്ണത്തിൽ വെറ്റ് ഇൻഗ്രീഡിയൻസും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2.25 കപ്പ് മൈദ ആണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. 2.25 കപ്പ് മൈദ വേണം. അപ്പോൾ നമുക്ക് മൈദ ഇടാം. മൈദ നമ്മൾ കുത്തി നിറച്ചിടാൻ പാടില്ല കേട്ടോ. അങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കുറച്ച് സൈഡ് ഇങ്ങനെ പുറത്തിട്ട് പിന്നെ അതൊരു നൈഫ് വെച്ച് വടിച്ച് എടുക്കണം. നൈഫ് വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് അതൊക്കെ അങ്ങനെ ഉപ്പാക്കി കൊടുക്കാം. 1 കപ്പായി അത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ഇനി ഒരു 1/4 കപ്പാണ് നമുക്ക് ഇട്ടിടാനുള്ളത് കേട്ടോ. ഈ ബൗൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ മൈദ വടിച്ചിട്ട്, അത് നമുക്ക് പറ്റി ഇൻഗ്രീഡിയൻസിനുള്ള പാത്രമാണ്. നമ്മൾ ഇതൊന്ന് സമാക്കിടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. 1/4 കപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മൈദ നമ്മൾക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചിടാം കേട്ടോ. അപ്പം നമുക്ക് ഇനി 8 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കേട്ടോ നമ്മൾ തിരിച്ചേട്ടത്. അതും ഇതേപോലെ തന്നെ നമ്മൾ പതുക്കെ പഠിച്ചിട്ട് വേണം തിരിച്ചേർക്കാനായിട്ട്. 1 2 3 4 5 6 7 8 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2.25 കപ്പ് മൈദയും 8 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അത് പഠിച്ചിട്ടെങ്കിൽ എടുക്കട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നിറഞ്ഞിരിക്കുമല്ലോ, അതിങ്ങനെ പഠിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കും. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പൗഡേർഡ് ഷുഗർ, പഞ്ചസാര പൊടിച്ചത് 1.25 കപ്പാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പിന്റെ ഏകദേശം 3/4 ഭാഗമാണ് ഞാൻ കുടിക്കാത്ത പഞ്ചസാര എടുക്കുക. അപ്പോൾ നമുക്കത് 1 കപ്പായിട്ട് കിട്ടും. അതേപോലെ തന്നെ 1/4 കപ്പിന്റെ 3/4 ഭാഗമായിട്ട് എടുക്കുക. എന്നിട്ട് കുടിക്കുക. 1.25 കപ്പ് പൗഡേർഡ് ഷുഗർ നമുക്ക് കിട്ടും. ഞാനത് പഞ്ചസാര പൊടിച്ചിട്ട് കണ്ട ഞാനത് നിറവെടുത്തിട്ടില്ല. അതിൻ്റെ ഒരു 3/4 ഭാഗമായിട്ട് എടുത്തിട്ടുള്ളൂ. പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് പിന്നെ 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇടാൻ പോകട്ടെ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറെ പാത്രത്തിൽ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാണ്. പിന്നെ നമുക്ക് ഇത് ചേർക്കാനുള്ളത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് മിൽക്കി മിസ്റ്റിന്റെ തൈരാണ്. നമുക്കിത് 1 കപ്പാണ് വേണ്ടത്. ഒരു കപ്പ് തൈരിന് എടുത്തിട്ട് അതിലേക്ക് ഇടാൻ പോകാം. പിന്നെ നമുക്ക് 1/2 കപ്പ് പാല് വേണം കേട്ടോ. 1/2 കപ്പ് പാല് നമ്മൾ എടുത്ത് വെക്കണം. 1/2 കപ്പ് പാല് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. അളന്ന് വേറെ ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് 1/2 കപ്പ് ഓയിൽ കൂടി എടുക്കാനുണ്ട്. ഗുഡ് ലൈഫിന്റെ പാലാണ് ഞാൻ എനിക്കും കേക്കിന് ഉപയോഗിക്കാറ്. ഞാൻ വേറെ ഒരു കപ്പിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒഴിക്കുന്നത്. ഇനി എനിക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ എടുക്കണം. 1/2 കപ്പ് ഓയിൽ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സ് ആക്കി എടുക്കാം. വിസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്സ് ആക്കണം. ബീറ്ററിൻ്റെ ആവശ്യമില്ലേ. നന്നായി മിക്സ് ആക്കണം കേട്ടോ. ഇതേ മലയ്ക്ക് നോൽപ്പെടുക്കുന്ന ഒരു വീട്ടിലേക്കുള്ള കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചത് ഒരു വീഡിയോ ആക്കി ചെയ്യാറുള്ളത്. ഞാൻ വാനില കേക്കിൻ്റെ നെക്ലസ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്തിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്. വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഷുഗർ ഇതിൽ നന്നായി അരിയണം. കാര്യം നമ്മൾ പൗഡർ ഷുഗറാണ് ചേർത്തിട്ടുള്ളതെങ്കിലും നന്നായി ഇതിൽ മിക്സ് ആവും, അലിഞ്ഞ് ചേരാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണേക്കാട്ട് മുമ്പേ ഒരു കാര്യം ചേർക്കാണ്ട് വാനില എസൻസ് 2 ടീസ്പൂൺ. പിന്നെ നമ്മൾ തൈര് ചേർക്കുമല്ലോ, അത് തണവില്ലാത്ത തൈര് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് തണവ് മാറാനായിട്ട് എടുത്ത് വെക്കണം ആദ്യമേ തന്നെ. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹീറ്റ് ചെയ്യാൻ ഓവനിലല്ല നമ്മൾ ചെയ്യുന്നത്, ഗ്യാസ് ടോപ്പിലാണ് ചെയ്യണം. അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ടിരുന്നത്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതൊക്കെ ഇടുക ഇളക്കുക. അതിൻ്റെ ഇടയിൽ ടൈറ്റ് ആകുമ്പോൾ കുറച്ച് പാല് ചേർക്കുക. എല്ലാം കൂടി ആദ്യമേ ഒരുമിച്ച് കൊണ്ടിട്ട് അത് ഇളക്കാൻ പറ്റില്ല. അതൊക്കെ വേണം ചെയ്യാനായിട്ട്. ചെറുതായിട്ട് ടൈറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മൾ പാല് ചേർക്കാം. 1/2 കപ്പ് പാല് ഞാൻ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിക്കാം. കുറച്ച് ഒഴിക്കാം. കുറച്ചുകൂടെ പാല് ചേർക്കാനുണ്ട്. ഫുള്ളായിട്ട് പെടുന്നില്ല. ഫുള്ളായിട്ട് പെട്ടെങ്കിൽ പണി കിട്ടും. ഇതിങ്ങനെ ഇറക്കാൻ ബുദ്ധിമുട്ടും.
ഇതിലൊരു തിക്ക് ബാറ്ററാണ് ഇപ്പോൾ വരിക. നമ്മുടെ കോഴിമുട്ടൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കുക ഈ ബാറ്റർ വരിക. അതുകൂടി ലാസ്റ്റിനും ചേർക്കാം. ഇതാക്കി മിക്സായി കഴിഞ്ഞാൽ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ആക്കണ്ട. ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പാനാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ നല്ലോണം സൈഡിലും ബട്ടർ പേപ്പറൊക്കെ പരട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഇതിലേക്ക് ഇതായിട്ടാണ് ഒഴിക്കാം. പറഞ്ഞു കിട്ടും. ഇതൊന്നും ഇങ്ങനെ ഒപ്പാക്കി കൊടുക്കണം നമ്മൾ. ഇതാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് പോലെ വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ഈ പാൻ വെക്കാൻ പോകുന്നത്. വെച്ചിട്ടാ കൈവിളി അടച്ചു വെച്ചു. ഇനി ഹോളുണ്ടല്ലോ അതൊന്ന് അടച്ചു കൊടുക്കേണ്ട പേപ്പർ കൊണ്ട് വെക്കുന്നുണ്ട്. ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ചെറുക്കില്ലേ അതൊന്ന് ഇതിൻ്റെ മീതെ കയറ്റിച്ചുണ്ട്. കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കുത്തി പിടിക്കുന്നൊന്നുമില്ല. ഏകദേശം എനിക്കൊരു 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മൈദ അതിൽ കൂടുതൽ ഇടയുന്നുണ്ടല്ലോ. അത് കാരണം അത് വേവാനായിട്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നത്. നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ളൊരു സ്പഞ്ച് കിട്ടിയിട്ടുണ്ട്. 1 kg സ്പഞ്ച്.